അപ്പോൾ ഗൈസ് ഇതെൻ്റെ അമ്മാമ്മ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു തോടാണ്. ഞാൻ വെള്ളത്തിൽ പകുതി ഒരു തുമ്മണി ഇറങ്ങി കാണിച്ചു തരാം. കണ്ടോ, കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ പോവാണ്. ആ തോട് പൊളിച്ചതിൻ്റെ ആ സൈഡിനായിട്ട് ഇങ്ങനെ പോവാണ്. ഇവിടെ പിന്നെ ഇത്ര പേടിക്കാൻ ഇവിടെ അല്ല കുഴി, അങ്ങോട്ടൊക്കെയാണ് കുഴി, ഭയങ്കര ആഴമൊക്കെ. ഇതുണ്ടോ വെള്ളം. ഞങ്ങൾക്ക് മഴ പെയ്തില്ലെങ്കിൽ ആ കല്ലിൻ്റെ ഇത്രേ വരെ ഉള്ളായിരിക്കത്തുള്ളൂ, അങ്ങ് വരെ ഉണ്ട്. ഇപ്പം മഴ പെയ്തുകൊണ്ടാണ് ഇതാണ്ട് അവിടെ നിന്ന് ഇവിടെ വരെ ഉള്ള വണ്ട് പൊളിച്ചത്, ബാക്കി ഇത്രയും ഉണ്ട് ഗൈസ്. അപ്പം ഇത് കണ്ടോ ഗൈസ്, ഇങ്ങനൊക്കെ ഇവിടെ ഒരു കാ പോലെയുള്ള ഒരു സംഭവം ഇപ്പോൾ ഉണ്ട്. കണ്ടോ ഗൈസ്, അപ്പുറത്തെ കരയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. പിന്നെ അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അടുത്തുള്ള തോട്? ഇഷ്ടപ്പെട്ടോ ഗൈസ്? കുറേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഒന്ന് ഇറങ്ങി കാണിച്ചു തരാം. ഈ തോടിൻ്റെ പകുതിയല്ല, ഒരു മുക്കാൽ ഇത് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, കണ്ടോ? അങ്ങനെ ഇത്തിരി പോവാൻ ഞാൻ ഇസ്കൊള്ളാവോ. ഇവിടെ ഒരു വള്ളം ഇട്ടിരിക്കുമായിരുന്നു, അതുകൊണ്ട് അവിടെ ഇട്ട് ഇപ്പം ആ വള്ളത്തിൻ്റെ അരുവിന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, കണ്ടോ? എന്നാൽ അടുത്തോട്ടൊന്ന് ആക്കിയിട്ട് കണ്ടോ, കണ്ടോ ഗൈസ്, കണ്ടോ ഗൈസ്? ഞങ്ങളുടെ ആ വീട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്, ആ കാണുന്നത് ഞാൻ കാണിച്ചു തരാം. ആ ബ്ലൂ ഷീറ്റ് ഇട്ട് കണ്ടോ ഗൈസ്? കണ്ട് കാണുമല്ലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വേണ്ട ഗൈസ്, എനിക്ക് സുഖമാണ്. കണ്ടോ, ഇവിടെയൊക്കെ മീനുണ്ട് ഗൈസ്, മീനുണ്ട്. കണ്ട ഗൈസ്, അങ്ങോട്ട് പോകുന്നില്ല കാരണം പാമ്പൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്, ഞാൻ ചെറുതായിട്ടൊന്ന് പോയി നോക്കാം. ചെറുതായിട്ടെന്ന് വെച്ചാൽ ഒരു ഇത്തിരി, അങ്ങ് വരൊന്നും പോകുന്നില്ല. അപ്പുറത്തൊരു പോത്ത് ഇപ്പോണ്ട്, ഇപ്പുറത്തൊരു പോത്ത് ഇപ്പോണ്ട്. എൻ്റെ നേർക്കായിട്ട് കാണുന്ന ഈ പോത്ത് എന്തുവാ, എൻ്റെ ഒരു ഡാൻസ് ക്ലാസ്സിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ മാമൻ്റെ പോത്താണ്. കണ്ടോ ഗൈസ്, അങ്ങുണ്ട്, കുറേ ദൂരമുണ്ട് ഗൈസ്. ആ ഒരു വെള്ള വീടാണ്, ഒരു വെള്ള വീട്. എൻ്റെ മാമൻ്റെ വീട്ടിൽ പണ്ട് പശു ഉണ്ടായിരുന്നു, അവിടെ പാല് പിഴിയാൻ വരുന്ന ഒരു മാമൻ്റെ വീടാണ്. ഇത്രേ കാണിക്കുന്നുള്ളൂ ഗൈസ്. ഞാൻ പോവാണ് ഗൈസ്, ഞാൻ പോവാണ് ഗൈസ്. കണ്ടോ, കണ്ടോ, ഞാൻ അങ്ങനെ തിരിഞ്ഞു ഗൈസ്. കൊള്ളാമോ ഞങ്ങളുടെ തോട്? ഇതിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര ഒഴുക്ക്, അല്ലെങ്കിൽ ഇത്രയും പോലും കാണത്തില്ല ഞങ്ങളുടെ തോട്. ഇത്തിരിയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ തോട്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ഉണ്ട്. ഇല്ല ഷീറ്റിട്ട അതായിരുന്നു പണ്ടത്തെ എൻ്റെ മാമൻ്റെ എരുത്തിൽ വീട്. എരുത്തിൽ പശു കിടക്കുന്ന ഒരു എരുത്തിൽ വീടെന്നാണ് പറയുന്നത്. കണ്ടോ ഗൈസ്, ഇവിടേക്ക് ഒരു സെറ്റാണ് ഞങ്ങളുടെ തോട്. പിന്നെ ഞാൻ ഇതൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഈ വരമ്പെന്നാണ് പറയുന്നത് ഞങ്ങൾ നടക്കുന്ന സംഭവത്തിന്. അപ്പം ഗൈസ് ഇത് കണ്ടോ, 2 പോസ്റ്റൊക്കെ ഉണ്ട് വരമ്പിൽ. ഗൈസ് ഞങ്ങളുടെ പുളിമരമാണത്. ഞാൻ ഒയ്യോ ഗൈസ്, ഗപ്പി ഇതിനകത്തുണ്ട് ഗപ്പിയൊക്കെ കേട്ടോ ഗൈസ്, വലിയ മീനൊക്കെ ഉള്ളതുകൊണ്ട്. കണ്ട ഗൈസ്, ഭയങ്കര സംഭവമാണിത് ഗൈസ്. ബൈ, ഞാൻ വീഡിയോ നിർത്തുവാണ്. ടാറ്റ.